കുഴപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഡെസിമൽ നമ്പേഴ്സിന്റെ ഹരണം എന്ന് പറയുന്നത്, ഡിവിഷൻ. ഇവിടെ നോക്ക്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാം. ഇവിടെ ഒരു ഡെസിമൽ നമ്പർ ഉണ്ട്, ഇവിടെ ഒരു സാധാരണ കൗണ്ടിങ് നമ്പർ അല്ലെങ്കിൽ എന്താ പറയാ സാധാരണ ഒരു എണ്ണൽ സംഖ്യയുണ്ട്. ഇവിടെ 7.5 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറും ഇവിടെ സാധാരണ ഒരു സംഖ്യയും. ഇതെങ്ങനെയാ നമ്മൾ ഹരിക്കുക, ഇവരെങ്ങനെയാ നമ്മൾ ഡിവൈഡ് ചെയ്യുക? നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും അല്ലേ? ഒരു ടെൻഷനും വേണ്ട. ആ ഡെസിമലിനെ നൈസായിട്ട് എന്ത് കളയുക, പുറത്തേക്ക് കളയുക. ഡെസിമൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കളയുന്നു. എന്നിട്ട് 75 ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്നു. 75നെ 3 കൊണ്ട് ഹരിക്കാൻ നിങ്ങൾക്കറിയാം. ഇത് ചെയ്താൽ നമുക്ക് 25 എന്ന് ഉത്തരം കിട്ടും. ഇതാണോ ഉത്തരം? അല്ല, ഇതല്ല ഉത്തരം. 25 എന്ന് എഴുതുന്നു. നമ്മൾ പുറത്താക്കിയ ഡെസിമൽ എന്ത് ചെയ്യും, തിരിച്ചു വരും. ഇവിടെ ഡെസിമലിന് ശേഷം ഒരു നമ്പർ, ആ ഒരു നമ്പർ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുത്തിടുന്നു, ഡെസിമൽ ഇടുന്നു. 2.5 കഴിഞ്ഞു. അടുത്തൊരു ചോദ്യം നോക്കാം. 6.25 ഡിവൈഡഡ് ബൈ 5. ഇവിടെ ഡെസിമൽ ഉണ്ട്, ഇവിടെ ഒരു സാധാരണ കൗണ്ടിങ് നമ്പർ അല്ലെങ്കിൽ എന്താ പറയുക എണ്ണൽ സംഖ്യ എന്ന് പറയുന്ന ഒരു നമ്പറും ഉണ്ട്. സാധാരണ ഡെസിമൽ ഇല്ലാത്തൊരു സംഖ്യയും ഡെസിമൽ ആയിട്ടുള്ള ഒരു സംഖ്യയും ഇവിടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഹരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡെസിമലിനെ നൈസായിട്ട് ഒഴിവാക്കണം. ബാക്കി ആര് വരും? 625 വരും ഡിവൈഡഡ് ബൈ 5. 625 ഹരിക്കണം 5 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 125 ആണ്. 625നെ 5 കൊണ്ട് ഹരിച്ചാൽ 125 എന്ന് വരും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്? 125 തന്നെയാണ്. പക്ഷേ ഉത്തരത്തിൽ ഡെസിമൽ വരും. കാരണം ഇവിടെ ഡെസിമലിന് ശേഷം 2 നമ്പർ. അപ്പൊ നമ്മൾ 2 നമ്പർ കഴിഞ്ഞ് ഇവിടെ എന്ത് ചെയ്യണം? ഡെസിമൽ ഇടണം. ഇതാണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ ചെയ്തു നോക്കുക. കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്നവർ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ശരി ഉത്തരം തന്നെയായിരിക്കും കിട്ടുക. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ക്രിസ്മസ് എക്സാം തകർത്ത് എഴുതണം. അതേപോലെ തന്നെ നമുക്ക് ആനുവൽ എക്സാം ടെൻഷൻ ഇല്ലാതെ എഴുതാൻ വേണ്ടി ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം. വേഗം തന്നെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാം.